good morning. Thank you for watching our channel and welcome to a online shopping haul. Okay, അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് തുറന്നു നോക്കാം. ഞാൻ ഓൺലൈനിൽ നിന്ന് കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. കുറേ അത്യാവശ്യങ്ങളുടെ കൂടെ കുറേ അനാവശ്യങ്ങളും ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പക്ഷേ എങ്കിൽ ലെറ്റ്സ് അൺബോക്സ്. അപ്പോൾ ഓക്കെ, പുറത്ത് കുറേ മുട്ടലും തപ്പലൊക്കെ കേൾക്കും, അതൊക്കെ പ്ലീസ് ഇഗ്നോർ. അപ്പോൾ ഫസ്റ്റ് തന്നെ മേടിച്ചത് ഇതാട്ടോ. ഇത് ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. ഒരു നല്ല പോട്ട്, സെറാമിക്കിൻ്റെ ഒരു പോട്ട്. വീട്ടിൽ കുറേ തട്ടുണ്ട്, അപ്പോൾ അതിന് എവിടെയെങ്കിലും വെക്കാമെന്നുള്ളൊരിതിൽ ഇതിന് ഉള്ളിലിടാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റേ ആർട്ടിഫിഷ്യൽ പ്ലാന്റില്ലേ അത് മേടിച്ചിട്ടുണ്ട്. അത് ഏതെങ്കിലും ഒരു ബോക്സിൽ ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ഇതാട്ടോ, കാണാൻ രസമുണ്ട് അല്ലേ. സോ ഇതായിരുന്നു ഫസ്റ്റ്. പൊട്ടാതെ ഇത്രയും ദിവസം ഞാൻ സൂക്ഷിച്ചു. അപ്പോൾ അത് താഴെ വെക്കാം. നെക്സ്റ്റ് നമ്മളുടെ അടുത്തുള്ളത് ഇതൊന്നും ഞാൻ ആക്ച്വലി നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഇതൊന്നും ആക്ച്വലി ഞാൻ തുറന്ന് നോക്കി, ഇങ്ങനെ ജസ്റ്റ് പൊട്ടിച്ച് നോക്കിയിട്ടേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ തുറന്ന് പുറത്തെടുത്ത് അതിൻ്റെ ചെക്കൊന്നും ചെയ്തിട്ടില്ല. ഇതിന് റിട്ടേണും ചെയ്യാൻ പറ്റില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഇത് അടുത്ത സാധനം എന്താണെന്ന് വെച്ചാൽ ഇത് ബേസിക്കലി ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജ് സ്റ്റോറേജ് അതാട്ടോ. ഫ്രിഡ്ജ് സ്റ്റോറേജ് എന്താണ്, ഇങ്ങനെ നമുക്ക് വല്ല പച്ചക്കറികൾ വെക്കാനോ അങ്ങനത്തെ ഇതിനൊക്കെ, സോ ദാറ്റ് നല്ല ഓർഗനൈസ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇത് മേടിച്ചത്. ഇത് ഞാൻ കുറച്ചും കൂടി വലുതാണ് പ്രതീക്ഷിച്ചത്, പക്ഷെ കുഴപ്പമില്ല. ഇതിന് നമുക്ക് നമ്മളിനി റിട്ടേൺ ചെയ്യാൻ സമയമൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് പിന്നെ ഇത് നമുക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. കുറേ ദിവസമായി ഈ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ട്, പക്ഷേ വീടിൻ്റെ ഇൻറ്റീരിയേഴ്സ് നടന്നുകൊണ്ടിരിക്കുക, അപ്പോൾ അതുകൊണ്ട് അതൊന്നും നടന്നില്ല. സോ എനിവേസ്, അപ്പോൾ അങ്ങനത്തെ എത്രയുണ്ട്, 1 2 3 4 5 6 ബോക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓർഗനൈസ് സാധനം കഴിഞ്ഞു. നടക്കുന്ന നല്ലൊരു ഒച്ച വന്നപ്പോൾ ഞാനൊന്ന് പോസ് ചെയ്തതാണ് വീഡിയോ. അപ്പോൾ ഇത് ഓർഗനൈസിങ് സാധനം കേട്ടോ, ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട്. അടുത്തത് കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അടുത്തത് ഇത് എത്രത്തോളം ആവശ്യമുണ്ട് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നമ്മൾ പിന്നെ കുറേയൊക്കെ സാധനങ്ങൾ മേടിച്ചു. ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു, പിന്നെ കുറച്ച് കഴിഞ്ഞ് പോയി നോക്കിയപ്പോണ്ട് അതൊന്നും റെക്കോർഡായിട്ടില്ല. അപ്പോൾ വീണ്ടും ഞാൻ ആദ്യം തൊട്ട് തുടങ്ങണം. കുറേ ഞാൻ കവറൊക്കെ പൊട്ടിച്ചു, പക്ഷേ വീണ്ടും ഞാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് എനിക്കൊന്നും ഫുൾ വന്നിട്ടില്ല തോന്നുന്നു. സോ ഇത് ബേസിക്കലി നമ്മുടെ കുഷ്യൻ കവർ, 16 ഇഞ്ചിൻ്റെ കുഷ്യൻ കവർ. ഇത് ഞാൻ മെയിൻലി നമ്മളെ സോഫ ബ്ലാക്ക് കളറാണ്, അപ്പം കുഷ്യൻ അറ്റ്ലീസ്റ്റ് കുറച്ച് കളർഫുൾ ആയിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനത്തെ കളർഫുള്ളും പിന്നെ ബാക്കി യെല്ലോ കളർ അങ്ങനത്തെ മറിച്ചത് എനിക്കൊന്ന് 5 6 7 പില്ലോ കവറുണ്ട്. ഈ പില്ലോ ഞാൻ മേടിച്ചിട്ടുണ്ട്, അത് ഏതെങ്കിലും ഒരു കവറിലുണ്ടാവും. സോ ഇതൊന്ന് കേട്ടോ. ഇനി പില്ലോ ഒക്കെ വെച്ചിട്ട് ആൾക്കാർക്ക് ഇരിക്കാൻ സ്ഥലം ഉണ്ടാവുമെന്ന് അതറിയില്ല, അത് നോക്കണം. അടുത്തത് ഫോട്ടോസ് ആട്ടോ. ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ മോഡേൺ പെയിൻറ്റിങ്സില്ലേ, പെയിൻറ്റിങ്സ്. അപ്പോൾ അതാട്ടോ ഞാൻ മേടിച്ചത്. ഇത് ഈ ഭാഗത്ത് വെക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. 4 പെയിൻറ്റിങ്സ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇതിപ്പോൾ ഞാൻ ഇപ്പോഴാണ് ഓപ്പൺ ചെയ്തത്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡിഫക്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യാനും പറ്റില്ല. ഇവിടെ ഒരു ചെറിയൊരു പൊട്ടൽ ഞാൻ കാണുന്നു, അത് നമുക്ക് ഫെവിക്വിക്ക് ഉപയോഗിച്ചിട്ട് പൊട്ടിക്കേണ്ടി വരും. അപ്പം ഇത് നോർമൽ, കുഴപ്പമില്ല, രസമുണ്ട്. ഓൺലൈനിൽ കാണുമ്പം കുറച്ച് ഡാർക്കായിരുന്നു, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഇത് ഇവിടെ ഇങ്ങനെ വെക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. 2 കുറച്ച് വലിയ പെയിൻറ്റിങ് സൈഡിലും നടുക്ക് ഈ ചെറിയ പെയിൻറ്റിങ്ങും, അതാണ് ആഗ്രഹം. അപ്പം അങ്ങനെ 4 പെയിൻറ്റിങ്സ് ഉണ്ട്. അപ്പം അതവിടെ വെക്കാം നമുക്ക്. അത് കഴിഞ്ഞിട്ട് അടുത്തത് ഇത് മറ്റേ ഞാൻ ആദ്യം കാണിച്ചില്ല, ഒരു സെറാമിക് പോട്ട്, അതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ളതാട്ടോ ഇത്. ചിലപ്പോൾ ഇതിൻ്റെ ഒരു സെറ്റും കൂടി മേടിക്കേണ്ടി വരും. അത് നേരത്തെ വെച്ച് നോക്കിയപ്പോൾ ശരിയായില്ല. അത് നോക്കണം. അപ്പോൾ അതവിടെ നമുക്ക് താഴെ വെക്കാം. അടുത്തത് ഇത് എനിക്ക് തോന്നുന്നു എനിക്ക് ആവശ്യമുള്ളൊരു സാധനമാണ്. എന്താണെന്ന് വെച്ചാൽ എന്നെപ്പോലെ കുക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ കിച്ചണിൽ കയറി ഇറങ്ങുമ്പോഴത്തേക്ക് എൻ്റെ ഡ്രസ്സിൽ എന്തെങ്കിലും ഒന്ന് ഉണ്ടാവും, കറീൻ്റെയോ അല്ലെങ്കിൽ മഞ്ഞപ്പൊടീൻ്റെയോ അങ്ങനെ. അപ്പം എൻ്റെ ഡ്രസ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണിത്, ഏപ്രിൽ. അപ്പോൾ പക്ഷേ ഇത് നല്ല ക്വാളിറ്റി തോന്നുന്നു, നല്ല ക്വാളിറ്റി ക്ലോത്താണ്. അപ്പോൾ ഇത് എൻ്റെ ഡ്രസ്സിനകത്ത് വൃത്തിയുണ്ട്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇത് അങ്ങനെ. അപ്പോൾ ഇതെനിക്കൊന്ന് അത്യാവശ്യമുള്ളൊരു സാധനമാണ് എനിക്ക്. പിന്നെ ഉള്ളത് എന്താണ്, ഓക്കെ,
ഇതും ഒരിത്തിരി അത്യാവശ്യമുള്ള സാധനമാണ് നമുക്ക്. മോളുള്ളത് കൊണ്ട് തന്നെ അവൾക്കിപ്പം 3:30 രാത്രി ഉറങ്ങുന്ന സമയത്ത് 2 പ്രാവശ്യം ഞാൻ അവളെ ബാത്റൂം കൊണ്ടുപോകും. ഇൻ കേസ് ഞാൻ മറന്നു പോയാൽ അല്ലെങ്കിൽ ഉറങ്ങിപ്പോയാൽ ബെഡിലാറ്റം മൂത്രമൊഴിച്ചാൽ അത് നമ്മളെ ബെഡ് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള പ്രൊട്ടക്റ്റ് കവറാണിത്. അപ്പം ഇത് ഒരു അത്യാവശ്യമുള്ളൊരു സാധനമാണ്. ഇപ്പോഴാണ് നമ്മൾ ബെഡൊക്കെ മേടിച്ചത്. അപ്പം ഇത് അങ്ങനെ യൂസ്ഫുൾ. സോ ഇതിപ്പോൾ തുറന്ന് നോക്കുന്നില്ല, ഞാൻ തുറന്ന് നോക്കിയിട്ടുമില്ല. ഇത് ആക്ച്വലി വെച്ച് നോക്കണം. ഇത് പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. പറ്റില്ലെങ്കിൽ ഞാൻ പെട്ടു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതെന്താണ്? ഓക്കെ, ഇത് മീൽ പ്ലാനിൻ്റെ മാഗ്നറ്റിക്. നമ്മൾ മീൽ പ്ലാൻ ഉണ്ടാക്കി, മീൽ പ്ലാൻ ഡിസൈഡ് ചെയ്തിട്ട് ഇത് ഫ്രിഡ്ജിലിങ്ങനെ ഒട്ടിച്ച് വെക്കാം. നമ്മൾ കുറേ ആയിട്ട് നമ്മൾ മീൽ പ്ലാൻ ചെയ്യാറുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ ടൈം ടേബിൾ പോലെ എഴുതി വെക്കും. രാവിലെ എന്താ, ഉച്ചയ്ക്ക് എന്താ, രാത്രി എന്താണെന്നുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തുണ്ടാക്കണം എന്നുള്ളൊരു ഡൗട്ട് അങ്ങ് മാറിക്കിട്ടും നമുക്കും വീട്ടുകാർക്കും. അപ്പോൾ അവർക്കും അറിയാം നാളെ ഇതാണ് ഭക്ഷണം എന്നുള്ളത് ഓൾറെഡി പ്ലാൻഡ് ആണ്. അപ്പം ഇത് വെറും പ്രഹസനമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സാധാ പേപ്പറിലോ അങ്ങനെയെങ്കിലും എഴുതി വെക്കാം. ഞാൻ ഇത്രയും കാലം അങ്ങനെയായിരുന്നു ചെയ്തത്. അപ്പോൾ ഇപ്പോൾ പുതിയ വീട്ടിലൊക്കെ വന്നപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം, ഇതെന്നാൽ പിന്നെ നല്ല വൃത്തിക്ക് എഴുതി വെച്ചങ്ങ് എന്നാൽ എൻ്റെ ഫ്രിഡ്ജിലൊക്കെ ഒട്ടിച്ച് വെക്കാൻ മാഗ്നറ്റിക്കിൻ്റെ. അപ്പോൾ ആ ഒരു സംഭവമാണിത്, മീൽ പ്ലാനർ എന്ന് പറഞ്ഞിട്ടുള്ള ഇത്. അപ്പം അതങ്ങനെ അവിടെ സൈഡിൽ വെക്കാം. വേറെ ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാട്ടോ. ഇത് ബേസിക്കലി നമ്മൾ ആണി അടിക്കുമല്ലോ. സോ അതിൻ്റെ പകരം ഇത് വെക്കാം, ഇത് വെച്ച് തൂക്കാം എന്നുള്ളത്. അപ്പോൾ പെയിൻറ്റിങ്സിനൊക്കെ എല്ലായിടത്തും ആണി വെക്കണ്ടല്ലോ എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാനിത് മേടിച്ചത്. പെയിൻറ്റിങ്സിനും അത്ര വെയിറ്റ് ഒന്നും തോന്നില്ല. അപ്പോൾ ഇതിന് വെയിറ്റ് താങ്ങാൻ പറ്റും തോന്നുന്നു. അപ്പോൾ അതാട്ടോ സ്ക്രൂ ഡ്യൂപ്ലിക്കേറ്റ് സ്ക്രൂവോ അങ്ങനെ എന്തോ. സോ അതാണിത്. ഓക്കെ, ഐ തിങ്ക് ഇതും യൂസ്ഫുള്ളാണ്. എല്ലായിടത്തും ഇങ്ങനെ ഓട്ടയാക്കേണ്ട ആവശ്യമില്ലല്ലോ, ഡ്രില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ പകരം ഇത് എവിടെയാണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാമല്ലോ. ഐ തിങ്ക് 10 പീസായിട്ടുണ്ട് തോന്നുന്നു. അടുത്തത് ഓക്കെ, പോർട്ടബിൾ സീലിംഗ് മെഷീനാട്ടോ. എനിക്ക് തോന്നുന്നു ഈ മേടിച്ചതിലും ഇതാണ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയത്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കി. എന്താണെന്ന് വെച്ചാൽ റിട്ടേൺ ചെയ്യണമല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഇതിന് ചാർജറും ഉണ്ട് കേട്ടോ. ഇത് ചാർജബിൾ സാധനമാണ്, ചാർജ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അപ്പോൾ ചാർജും ഉണ്ട്, ചാർജ് ചെയ്യേണ്ട വയറുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ഇൻ കേസ് നമ്മൾ ഏതെങ്കിലും പൊടി പാക്കറ്റ് മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഒരു ക്ലിപ്പാണ്. സോ അതിനെക്കാട്ടും സേഫ് ആയിരിക്കും ഇത് വെൻ യു ജസ്റ്റ് സീൽ ഇറ്റ്. അപ്പോൾ അതിന് യൂസ്ഫുൾ ആയ സാധനമാണ് സീലിംഗ് പോർട്ടബിൾ മെഷീൻ. ഓക്കെ, അതവിടെ വെക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ വേറൊരു സാധനമുണ്ട്, ഒരു ക്രീം. അത് ഞാൻ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. പിന്നെ ഉള്ളത് ഇത് റീയൂസബിൾ ക്ലോത്ത്. എത്ര റോൾസ് ഉണ്ടെന്ന് അറിയില്ല. എനിവേ ഇത് കിച്ചണിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന റീയൂസബിൾ ക്ലോത്താണ് അത്. ഓക്കെ, ഈ വലിയൊരു സാധനം കഴിഞ്ഞു. ഇനി നമുക്ക് ചെറുതിൽ എന്തൊക്കെയുള്ളത് നോക്കാം കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടേ ഉള്ളൂ, ഉള്ളിൽ പോയി നോക്കിയിട്ടൊന്നും ഇല്ല. ഇതിൽ വല്ല ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ പറഞ്ഞ പോലെ റിട്ടേൺ ചെയ്യാനും പറ്റാത്ത അവസ്ഥയാണിപ്പോൾ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. ഓക്കെ, ഇത് ഓവനിലൊക്കെ വെക്കാൻ പറ്റിയ ബോക്സാണ്. അപ്പോൾ എനിക്കൊന്ന് 3ൻ്റെ സെറ്റാണ് തോന്നുന്നു. സെറ്റ് ഓഫ് 3 എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ചെറുത്, അതിൻ്റെ വലുത്, അതിൻ്റെ വലുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റീലിൻ്റെയാണ് ഞാൻ മേടിച്ചത്, സ്റ്റീലിൻ്റെ. അപ്പോൾ ഇത് ഓവനിലും വെക്കാം, നമുക്ക് ഫ്രിഡ്ജിൽ എന്തെങ്കിലും സ്റ്റോറേജ് ചെയ്യണമെങ്കിൽ സ്റ്റോറും ചെയ്യാം എന്നുള്ളൊരിതിൽ. അപ്പോൾ ഐ തിങ്ക് സെറ്റ് ഓഫ് 3 ആണിത്. അതങ്ങനെ. പിന്നെ അടുത്തത് ഇത് നമ്മളുടെ ഓയിൽ, ഗീ അങ്ങനെ ആ സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ടുള്ള ബോക്സാട്ടോ. ബോക്സ് അല്ല, ജസ്റ്റ് ഒരു 360 ഡിഗ്രി റൊട്ടേറ്റിംഗ് ബോക്സാണ്. സോ ഓയിലൊന്നും താഴെ ആ സ്ലാബിൻ്റെ മേലൊന്നും ആവില്ലല്ലോ. അപ്പോൾ എല്ലാം ഇതിൻ്റെ ഉള്ളിൽ ആവുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് മേടിച്ചതാണ്. ഇരിക്കട്ടെ,
മേടിക്കുന്ന സമയത്ത് ഇതൊക്കെ മേടിക്കണം നമ്മൾ. അയ്യോ വീണ്, പോട്ടെ. അപ്പോൾ അതങ്ങനെയാണ്. അത് ഞാൻ ഷോർട്സിൽ കാണിച്ചു തരാം കേട്ടോ. അത് യൂസ്ഫുൾ ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ സ്ലാബിലൊക്കെ അവിടെ ഇവിടെ എണ്ണ ആവുന്നതിൻ്റെ പകരം എണ്ണേൻ്റെ ലീക്ക് ഉണ്ടെങ്കിൽ കൂടെ അതിൻ്റെ ഉള്ളിലേ ആവുള്ളൂ. സോ അതാണ് ഇത് അതിൻ്റെ ബാഗ് കേട്ടോ. ഓക്കെ, അങ്ങനെ ഇത് ഇത് ഞാൻ ലാസ്റ്റ് തുറന്ന് കാണിച്ചത് കേട്ടോ. അടുത്തത് ഇതാണ്. ഇതിന് കുറച്ച് വെയിറ്റ് കൂടുതലാണ്. ഇത് ആക്ച്വലി സ്റ്റോറേജ് സാധനമാണ്. സ്റ്റോറേജ് ഗ്ലാസ് കണ്ടെയ്നറാണ്. ഞാൻ ആക്ച്വലി പൊട്ടിച്ചിട്ടില്ല. നല്ല സേഫായിട്ട് അവർ പാക്ക് ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചത് കേട്ടോ. എനിക്കൊന്ന് 1 ലിറ്ററിൻ്റെ തോന്നുന്നു ഞാൻ മേടിച്ചിട്ടുണ്ട്. എനിക്ക് ഓർമ്മയില്ല. 1 ലിറ്റർ ആയിരിക്കും. ഭയങ്കര സേഫായിട്ടാ. ഓക്കെ, ഇത് 1 ലിറ്ററിൻ്റെ നമുക്ക് വല്ല പൊടികളൊക്കെ ഇട്ട് വെക്കാൻ, പൊടികൾ അല്ലെങ്കിൽ വല്ല ദാലോ അങ്ങനത്തെ എന്തെങ്കിലും ഇട്ട് വെക്കാൻ പറ്റിയ സാധനം. അപ്പോൾ അങ്ങനത്തെ എനിക്ക് തോന്നുന്നു 1 2 3 6 ബോട്ടിലാട്ടോ. ഇത് ഗ്ലാസ് ആണ് സംഭവം. ഇത് നമുക്കിവിടെ വെക്കാം. ഓക്കെ. അടുത്തത് ഇത് വലിയൊരു സാധനമാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ തുറന്ന് നോക്കിയിട്ടും കൂടി ഇല്ല. ഇത് നമ്മളെ കട്ടിങ് പാഡാണ് സംഭവം. അപ്പം എൻ്റെ അടുത്തുള്ളത് ഇപ്പം കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ സൗണ്ടിനൊരു അവസാദനമില്ല. എന്താണെന്ന് വെച്ചാൽ അവരിത് ഇങ്ങനെ ഡ്രില്ല് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഞാനിത് തുറന്ന് കാണിക്കാം. തുറക്കലൊക്കെ കണക്ക് തന്നെ. ഓക്കെ, ഇത് നമ്മൾ കട്ടിങ് പാഡാണ്. വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കുറച്ച് വലുത്. എൻ്റെ അടുത്തുള്ളതൊരു ചെറുതാണ്. അപ്പോൾ അതിലൊരു കഷ്ണം മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് പ്ലേറ്റിലേക്ക് ഇടണം. പിന്നെ വേറെ ഒന്ന് മുറിച്ച് വേറെ പ്ലേറ്റിലേക്ക്. അപ്പോൾ അതിൻ്റെ പകരം എനിക്ക് തോന്നുന്നു ഇതെല്ലാം നമുക്ക് പലതരം വെജിറ്റബിൾസ് മുറിക്കണമെങ്കിൽ എല്ലാം മുറിച്ചിട്ട് ഓരോരോ സൈഡിൽ വെക്കാം. അതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. അപ്പം അതിനാണ് ഞാനിത് മേടിച്ചത്. സോ ഇത് എവിടെ വെക്കണം എന്നുള്ളൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഇത്രയും വലിയ സൈസുള്ള മേടിച്ചത്. ഞാൻ ചില യൂട്യൂബേഴ്സും ഇത് യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആമസോണിൽ നിന്ന് ഞാൻ മേടിച്ചതാണ്. അപ്പോൾ ഐ തിങ്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും നമുക്ക് കട്ട് ചെയ്യാനും ഇതൊക്കെ. അവിടെ വെക്കട്ടെ കേട്ടോ. നമുക്ക് താഴെ വെക്കാം, ഇല്ലെങ്കിൽ എല്ലാം കൂടി പ്രശ്നമാവും. ഓക്കെ, നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ അതെടുത്ത് പൊന്തിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാനൊന്നും പറ്റില്ല. പക്ഷേ നല്ല വെയിറ്റ് ഉണ്ട്. എനിവേ, അടുത്തത് ഞാനൊന്ന് എടുത്തിട്ട് വരട്ടെ. അടുത്തത് കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ലൈറ്റ് പോയി. ഒന്നിക്കിൽ ലൈറ്റ്, ഇല്ലെങ്കിൽ പുറത്തത്തെ സൗണ്ട്. വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല രണ്ടാളും കൂടിയിട്ട്. എന്നാലും എനിക്കൊന്നും ആവശ്യത്തിനുള്ള ലൈറ്റിങ് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ വെയിറ്റ് ചെയ്യണോ ലൈറ്റ് വരുന്നവരെ? അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, പില്ലോസ്, ചെറിയ കുഷ്യൻസ്. അപ്പോൾ ഇതും എനിക്കൊന്ന് 16x16 ആണ് ഞാൻ മേടിച്ചത്. ഇതിൽ പറ്റുമെന്ന് വിശ്വാസം. അപ്പം ഇതാണ്. ഇതിങ്ങനത്തെ എനിക്കൊന്ന് 5 പീസ് ഉണ്ട്. 1 2 3 4 5 പീസ് ഉണ്ട്. ആക്ച്വലി 2 എക്സ്ട്രാ പീസും കൂടി ഞാൻ ഓർഡർ ചെയ്തതാണ്. അതിപ്പോൾ കാർട്ടിൽ നോക്കിയപ്പോഴും ഇല്ല, ഓർഡർ ലിസ്റ്റിലും ഇല്ല. അപ്പോൾ അതെവിടെ പോയി എന്നറിയില്ല. എനിവേ, ഇത് 5 പീസിൻ്റെ പില്ലോ ആണ്. ഇനി ആ കളർഫുൾ പില്ലോ കവറൊക്കെ ഇട്ടിട്ട് വേണം ഒന്ന് റെഡിയാക്കാൻ. അപ്പോൾ അങ്ങനെ അതൊന്ന് കാണിച്ചു തരാം. ഞാനാണെങ്കിൽ എനിക്കൊന്ന് നോർമൽ ഇത് ഞാൻ മീഷോന്ന് മേടിച്ചത്. അധികം വിലേൻ്റെ ഒന്നും അല്ല, അത് മീഷോന്ന് മേടിച്ചതാണ്. അപ്പം ക്വാളിറ്റി എത്രത്തോളം നല്ലതാണെന്ന് അറിയില്ല. ജസ്റ്റ് മേടിച്ചു, നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ആവശ്യത്തിന് മേടിച്ചു എന്ന് മാത്രം. അപ്പം ഇങ്ങനത്തെ ഒരു 5 എണ്ണം ഉണ്ട്. ഇനിയുള്ളത് ഇത് ക്രീമാട്ടോ. ഇപ്പം ഞാൻ കുറേ അഡ്വർടൈസ്മെൻറ്റിലൊക്കെ കാണുന്ന, ഇപ്പോൾ ഇൻസ്റ്റഗ്രാമൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്ന ഇതാണ്. മറ്റേ ഹൈഫൻ്റെ ഗോൾഡൻ അവർ ഗ്ലോ സൺസ്ക്രീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലവർ നല്ലതാന്നൊക്കെ പറയുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് മേടിച്ച് യൂസ് ചെയ്ത് നോക്കാമെന്ന്. ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്നത് ലാക്മേൻ്റെ സൺസ്ക്രീനാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ 7th തൊട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയതാണ്. ഞാൻ അതിൻ്റെ ബ്രാൻഡ് അംബാസിഡറൊക്കെ ആവേണ്ടതായിരുന്നു. 7th തൊട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയതാണ്.
കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു കാര്യം ശീലം വന്നാൽ പിന്നെ അത് തന്നെയല്ലേ യൂസ് ചെയ്യുക. ഏത് തണുപ്പത്തും മഴയത്തും ചൂടത്തും വെയിലത്തും ഏത് കാട്ടിൽ പോയാലും എനിക്ക് ഈ സൺസ്ക്രീൻ വേണം ലാക്മേൻ്റെ. സോ അങ്ങനെയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോൾ പുതിയത് കണ്ടപ്പം ഇത് തീരാനുമായി. തീർന്നിട്ടില്ല, നമ്മൾ പേസ്റ്റ് ഫുൾ ഉപയോഗിക്കുന്ന പോലെ ഇതും ഇനിയിപ്പം ഞാൻ നടുക്കുന്ന് മുറിച്ച് അതിനകത്തുനിന്ന് എടുത്ത് അതൊക്കെ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങുള്ളൂ പുതിയത്. അപ്പോൾ അങ്ങനെ ഹൈഫൻ്റെ ഇത് മേടിച്ചു. ഇത് സെറ്റാവുമോ അറിയില്ല, നോക്കണം, യൂസ് ചെയ്യണം. പിന്നെ ഇത് നൈക്കയാണ് കേട്ടോ. ഇത് ബേസിക്കലി ക്രീമും കൺമഷിയും അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. ഞാൻ ഇത്രയും കാലമായിട്ട് ഒരു സ്കിൻ കെയർ ഇതൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, മടിയാവുകൊണ്ടും പിന്നെ ഇതൊക്കെ മേടിച്ചിടണ്ടേന്നുള്ളൊരു ഇതുകൊണ്ടും ഞാൻ ചെയ്തിട്ടില്ല. ഈ ഇടയിട്ടാണ് എനിക്ക് മോഹങ്ങൾ, നമുക്ക് എന്നാൽ കുറച്ച് സ്കിൻ കെയർ റുട്ടീനൊക്കെ തുടങ്ങിയാലോ എന്ന്. അപ്പം അങ്ങനെ വിചാരിച്ചപ്പം ഞാൻ നൈക്കയിൽ ഓർഡർ ചെയ്ത കുറച്ച് സാധനങ്ങളാട്ടോ ഇത്. എന്തൊക്കെയോ ഉണ്ട്. ഞാൻ ഗൂഗിളിലൊക്കെ നോക്കി എന്താണ് കറക്റ്റ് സ്കിൻ കെയറിൻ്റെ റൂട്ടീൻ, ലൈക്ക് ആദ്യം എന്താണ് ഇടേണ്ടത്, അടുത്തത് എന്താണ് ഇടേണ്ടത്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഞാൻ ഓരോ സാധനം മേടിച്ചു. എല്ലാം ഒരേ കമ്പനീൻ്റെ ഒന്നും അല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് സ്റ്റാർട്ടിങ് അല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കയ്യിൽ കിട്ടുന്നത് അല്ലെങ്കിൽ കണ്ടത് ഓക്കെ ആണെന്ന് തോന്നിയത് അങ്ങ് മേടിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ ഹൈഫൻ്റെ മറ്റേ സൺസ്ക്രീൻ, അതിപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്യുമ്പോൾ എപ്പോഴും ഇതിൻ്റെ ഒരു ആഡാണ് വരുന്നത്, അപ്പോൾ അതുകൊണ്ട് മേടിച്ചു. പിന്നെന്താ പിന്നെ ഇത് മിനിമലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള എന്തായിരുന്നു ഫേസ് സിറമാണ്. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യലുണ്ട്. ഇത് എനിക്ക് ഒരു വർഷമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു 2%, ഇത് 10%, ഞാൻ 2% സംതിങ് യൂസ് ചെയ്ത്. ഞാൻ മുഖത്ത് ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട്. ഐ തിങ്ക് ദാറ്റ്സ് ഹെറിഡിറ്ററി, എൻ്റെ അമ്മക്കും ഉണ്ട്. സോ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട്. അപ്പം എൻ്റെ കസിൻ പറഞ്ഞു ഇത് യൂസ് ചെയ്താൽ കുറയും, 2% വെച്ച് തുടങ്ങിയാൽ മതിയെന്ന്. കുറഞ്ഞോ എന്ന് ചോദിച്ചാൽ അതൊക്കെ ഒരു കഥയാണ്. കുറവൊന്നും തോന്നില്ല. പക്ഷെ പിന്നെ നമ്മളൊരു സാധനം യൂസ് ചെയ്താൽ എൻ്റെ സ്വഭാവം വെച്ച് ഞാൻ അങ്ങ് യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഗൂഗിളിൽ നോക്കി ഈ സ്കിൻ കെയർ റുട്ടീനിൽ ഒരു സിറമിൻ്റെ ആവശ്യമുണ്ട്. ഞാൻ എന്തായാലും മിനിമലിസ്റ്റ് യൂസ് ചെയ്യുക, അപ്പോൾ പിന്നെ അത് തന്നെ സിറമായിട്ട് മേടിച്ചു എന്ന് മാത്രം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ വീണ്ടും ഹൈഫൻ്റെ തന്നെ ഇത് ഐ തിങ്ക് ഇത് മോയ്സ്ചറൈസർ ആവട്ടെ തോന്നുന്നു കേട്ടോ. നോർമൽ ടു ഡ്രൈ സ്കിൻ. ഓക്കെ ഇത് മോയ്സ്ചറൈസറാണ്. അതും ഹൈഫൻ്റെ മേടിച്ചു. എന്തിനാണ് മേടിച്ചതെന്ന് വെച്ചാൽ എനിക്കറിയില്ല, അങ്ങനെ തന്നെ. ഇത് മിനിമലിസ്റ്റിൻ്റെ ഇത് ആക്ച്വലി മിനിമലിസ്റ്റിൻ്റെ ഹെയർ കെയറിൻ്റെ എന്തോ സംഭവമാണ്. ഹെയർ മാസ്ക് ആണ്. ഇതെന്താണെന്ന് വെച്ചാൽ നൈക്കയിൽ ഞാൻ ഈ സിറം മേടിച്ചപ്പം അതിൻ്റെ കൂടെ ഫ്രീ എന്ന് പറഞ്ഞിട്ട് അവർ തന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ആവശ്യം അറിയില്ല, ബട്ട് നോക്കാം, ഇരിക്കട്ടെ. അപ്പോൾ ഇത് മോയ്സ്ചറൈസർ കേട്ടോ ഹൈഫൻ്റെ. അപ്പോൾ അത് ഒന്ന്. പിന്നെ ഞാൻ ഗൂഗിളിൽ കണ്ടതാണ്, ഗൂഗിളിലും യൂട്യൂബിലും എല്ലായിടത്തിലും നോക്കിയിട്ടുണ്ട്. മറ്റേ ആ പ്രൊസീജിയറിൽ നമ്മൾ ടോണറും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ റൈസ് വാട്ടർ ടോണറാണിത്. അപ്പോൾ പ്ലമ്മിൻ്റെ ഞാൻ മേടിച്ചു. അങ്ങനെ ഈ കമ്പനി ഇന്ന കമ്പനി എന്നൊന്നുമില്ല, എല്ലായിടത്തുനിന്നും ഓരോരോ സെറ്റ് ഞാൻ മേടിച്ചു എന്ന് മാത്രം. പിന്നെ ഇതൊക്കെ നമ്മൾ മേടിക്കുന്ന സമയത്ത് നമ്മൾ വേറെ കുറേ കാര്യങ്ങൾ കാണുമല്ലോ, ഈ ലിപ്സ്റ്റിക്ക് ഇല്ലെങ്കിൽ കാജൽ, അങ്ങനത്തെ കുറേ സാധനങ്ങൾ കാണുമ്പോൾ അങ്ങനെ മോഹം തോന്നിയിട്ട് മേടിച്ച കുറച്ച് സാധനങ്ങളായത്. ഇത് വീണ്ടും മിനിമലിസ്റ്റിക്കിൻ്റെ വിറ്റാമിൻ, ഇതെന്താ എന്ന് എനിക്കറിയില്ല, ഞാൻ തുറന്ന് നോക്കിയിട്ടില്ല ഇതൊന്നും. ഇതൊക്കെ അങ്ങനെ വന്നു എന്ന് മാത്രം. ഇത് അണ്ടർ ഐ ക്രീമാണ് തോന്നുന്നു. സോറി, റെഡ്യൂസ് ഡാർക്ക് സർക്കിൾ. ഇത് ഞാൻ മേടിച്ചതാട്ടോ. ഞാൻ എന്താ പറയുക, അണ്ടർ ഐ ക്രീം എനിക്ക് തോന്നുന്നു ഞാൻ കൺമഷി എഴുതിയിട്ടാണ് തോന്നുന്നത്. സ്മച്ച് പ്രൂഫ് ആണെങ്കിൽ കൂടി കൺമഷി എഴുതിയാൽ, കാജൽ എഴുതിയാൽ, എനിക്കൊന്ന് ലാക്മേൻ്റെ തന്നെ ഞാൻ യൂസ് ചെയ്യൽ. പക്ഷേ എങ്കിൽ അത് സ്മജ് ആവലുണ്ട്. വാട്ടർ പ്രൂഫ്, സ്മജ് പ്രൂഫ് എന്നൊക്കെ പറഞ്ഞാലും അതെനിക്ക് സ്മജ് ആവലുണ്ട്. എൻ്റെ കണ്ണിൻ്റെ അടിയിൽ നല്ല ബ്ലാക്ക് ഇതും വരലുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ മേടിച്ചാണ് ഒരു ഐ ക്രീം. ഇരിക്കട്ടെ, രാത്രി
ഇങ്ങനെ മിന്നിക്കളിക്കും. ഓക്കെ, എനിവേ അപ്പോൾ അതുകൊണ്ട് ഐ ക്രീം. ഓക്കെ, അടുത്തത് 3 കാജലാട്ടോ. ഒന്ന് ബ്ലാക്ക് തീരാനായി, അപ്പോൾ അത് നോർമലായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഇത്. പക്ഷേങ്കിൽ ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്ന മേബ്ലിൻ ഇല്ലെങ്കിൽ ലാക്മേൻ്റെ. ഇതിപ്പോൾ എനിക്കൊന്ന് നൈക്കേൻ്റെ ബ്ലാക്ക് മാജിക് കാജൽ എന്ന് പറഞ്ഞിട്ട് ഇൻറ്റൻസ് ബ്ലാക്ക് വാട്ടർ പ്രൂഫ് സ്മച്ച് പ്രൂഫ്. പക്ഷേ എങ്കിൽ എന്താവും എന്നറിയില്ല. അപ്പം നൈക്കേൻ്റെ തന്നെ ഞാൻ മേടിച്ചു. ഇത് നൈക്കേൻ്റെ തന്നെ വേറെ 2, ഐ തിങ്ക് ഇത് ബ്രൗൺ ആണ്. ബ്രൗൺ കുറച്ച് ഗ്ലിറ്ററി തോന്നുന്നു. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്കറിയില്ല അത്. ഓക്കെ, എനിവേ ഇത് ബ്രൗണ്, ഇത് വൈറ്റ് തോന്നുന്നു. ഇതൊക്കെ എന്തിനാണ് മേടിച്ചതെന്ന് ചോദിച്ചാൽ അതിനെനിക്ക് ഉത്തരവില്ല. കാണുമ്പോൾ നമുക്ക് വൈറ്റോ അല്ലെങ്കിൽ സിൽവറോ കുറച്ച് ഷൈനിയാണ്. എനിക്കറിയില്ല നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന്. എനിവേ അതുകൊണ്ട് അത് 3 കാജൽ. ഒന്ന് ബ്ലാക്ക്, വൈറ്റ്, ബ്രൗൺ എന്ന് പറഞ്ഞിട്ട്. അത് ശരിക്കും ഞാൻ ആഗ്രഹം മൂത്ത് മേടിച്ചത് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ കുറേ ഷോപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറേ കാണുമല്ലോ, അപ്പോൾ അങ്ങനെ മേടിച്ചത്. അതേപോലെ മേടിച്ചതാണ് ഈ ലിപ്സ്റ്റിക്കും. ഇത് എൻ്റെ അടുത്ത് ഇതിൻ്റെ സെയിം ഐ തിങ്ക് എന്ത് ഷെയ്ഡായിരുന്നു എനിക്ക് ഓർമ്മയില്ല. എന്തോ ഒരു ഷെയ്ഡ് ഉണ്ടായിരുന്നു, ലൈക്ക് ഒരു റെഡല്ല, ഒരു പിങ്ക് കൈൻഡ് ഓഫ് ഷെയ്ഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രൗൺ ലിപ്സ്റ്റിക്കാണ് ഞാൻ മേടിച്ചത് കേട്ടോ. ബ്രൗൺ ലിപ്സ്റ്റിക്കാണ് ഞാൻ മേടിച്ചത്. ഞാൻ ഒരിക്കലും ബ്രൗൺ മേടിക്കാറില്ല. ഞാൻ യൂഷ്വലി പിങ്കാണ് മെയിനായിട്ട്, അല്ലെങ്കിൽ ന്യൂഡ് കളേഴ്സ് അങ്ങനെ എന്തെങ്കിലും. പിന്നെ ഒരാഗ്രഹം ബ്രൗൺ ലിപ്സ്റ്റിക്ക് ട്രൈ ചെയ്യണമെന്ന്. അപ്പോൾ അങ്ങനെ മേടിച്ചതാണ്. ഐ തിങ്ക് ഇത് കുഴപ്പമില്ല, ഇതെനിക്ക് സൂട്ടാവും തോന്നുന്നു. നോക്കണം, നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഇടാന്നല്ലാണ്ട്. അപ്പം അത്രയേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഞാൻ മൊത്തത്തിൽ കാണിച്ചു. മെയിൻലി ഞാൻ ഇത്രയും സാധനങ്ങൾ ആദ്യമായിട്ടാണ് മേടിക്കുന്നത്. നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിക്കുമ്പോൾ തന്നെ ആകെ 1, 2 അല്ലെ മാക്സിമം 3 സാധനങ്ങൾ അങ്ങനെ മേടിക്കാറുള്ളൂ. ഇതിപ്പം പുതിയ വീടൊക്കെ എടുത്തുകൊണ്ട് നമുക്കത് സെറ്റ് ചെയ്യാനുള്ളൊരു ആഗ്രഹം മൂത്ത് കുറേ സാധനങ്ങൾ മേടിച്ചതാണ്. അപ്പോൾ എന്താ പറയണ്ടത് അങ്ങനെ. അപ്പോൾ ഐ തിങ്ക് ഞാനെല്ലാം കാണിച്ചു. യൂഷ്വലി ഞാൻ എന്താ ചെയ്യലെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഓൺലൈനിൽ നിന്ന് മേടിക്കണം എന്നങ്ങനെ ആഗ്രഹം തോന്നുന്ന സമയത്ത് ഞാനിങ്ങനെ ഓരോന്ന് സ്ക്രോൾ ചെയ്ത് എല്ലാം ആഡ് ടു കാർട്ട് ഇടും. എന്നിട്ട് അത് അവിടെ തന്നെ വെക്കും. പിന്നെ കുറേ ദിവസം കഴിഞ്ഞ് പോയി നോക്കുമ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവും അത്. അപ്പോൾ ഒരു സമാധാനം, ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയല്ലോ, സന്തോഷം എന്നുള്ളത് എൻ്റെ ഒരു ഗിൽറ്റി പ്ലഷർ എന്ന് പറയാം. അങ്ങനെ അപ്പം ആദ്യമായിട്ടാണ് എനിക്ക് ഇത്രയും സാധനങ്ങൾ മേടിക്കാൻ പറ്റിയത്. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇത് അത്രയേ ഉള്ളൂ കേട്ടോ. ഐ തിങ്ക് ഞാൻ എല്ലാം കാണിച്ചു. സോ ഇതിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ആകെ ഈ താഴെ വീണ് പൊട്ടിയില്ല എന്നാണ് വിശ്വാസം. എവിടെ നിന്നൊക്കെയോ ലൈറ്റൊക്കെ വരുന്നുണ്ട്. പൊട്ടിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, എനിവേ ഇത് ഓണാണ്. സോറി, ഇത് ഓണായോണ്ടാ ഞാൻ വെച്ചു പൊട്ടിയെന്ന്. ഓക്കെ, താഴെ വീണു. എനിവേ കുഴപ്പമില്ല. ഐ തിങ്ക് ഇതാണ് ഏറ്റവും യൂസ്ഫുള്ളായിട്ട് മൊത്തത്തിൽ എനിക്ക് തോന്നിയത്. അപ്പം I will recommend this out of everything. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അങ്ങനെയല്ലേ പറയാം? ഓക്കെ, എനിവേ ബൈ.